ശ്രീ കെ എൻ ഗോപിനാഥ്, പ്രതിപക്ഷം ഉന്നയിക്കുന്ന, കോൺഗ്രസ് ഉന്നയിക്കുന്ന, BJP ഉന്നയിക്കുന്ന ആ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹത, അതിന്റെ കമ്മീഷൻ കണക്കുകൾ, അത്തരം ആരോപണങ്ങൾക്കെല്ലാം അപ്പുറത്തേക്ക് മദ്യനയം എന്ത്, സർക്കാർ മുന്നിൽ വെക്കുന്ന സന്ദേശം എന്ത്, ധാർമ്മികത മാത്രമാണ് പറയുന്നത്. സർക്കാർ ഇതാ ഒരു ബ്രൂവറി തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിന് അനുമതി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഉയർത്തിവിടുന്ന സന്ദേശം എന്താണ്? സർക്കാർ എടുക്കുന്ന നിലപാട് ഏത് നയത്തിനൊപ്പമാണ് എന്നുള്ളൊരു ചോദ്യമില്ലേ എന്നാണ് ചോദിക്കുന്നത്. അത് മറ്റൊരു വിഷയമാണ്. അതിനെന്ത് ഉത്തരമാണ് ഉണ്ടാവുക? ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോട് എനിക്കൊരു ചോദ്യം ചോദിക്കാൻ അവസരം തന്നാൽ അതിനോട് ചേർത്ത് അദ്ദേഹം ഉത്തരം പറയുമെങ്കിൽ ചർച്ച കുറച്ചും കൂടി. ഞാനിത് ശ്രീ കെ എൻ ഗോപിനാഥനാണ് ചോദിച്ചത്. അല്ല, എനിക്ക് ഗോപിനാഥിനോട് ഒരു ചോദ്യം ചോദിക്കാൻ അപർണ അവസരം തന്നാൽ അദ്ദേഹം അതിന് വഴങ്ങിയാൽ ഈ ചർച്ച കുറച്ചും കൂടി സമ്പന്നമാവും. ചോദിച്ചോളൂ, ഇതിനൊപ്പം ചോദിച്ചോളൂ. ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയുടെ വാദം കേട്ടാൽ ഈ പുറത്തുനിന്ന് വരുന്ന അസംസ്കൃത സാധനങ്ങൾ ഉപയോഗിച്ച് ഇവിടെ നിർമ്മിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ ലാഭകരമായി എത്തനോൾ ഇവിടെ ഉണ്ടാക്കേണ്ട അനിവാര്യതയെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ സർക്കാരിന്റെ ഉടമസ്ഥതയിൽ, സർക്കാരിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു സ്ഥാപനം മലബാർ ഡിസ്റ്റിലറി, ആ ഡിസ്റ്റിലറിയിൽ ചില മദ്യമുണ്ടാക്കി, കേരള ബ്രാൻഡി ഉണ്ടാക്കി വിതരണം ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അവിടെ എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ട അനുമതി ഈ സർക്കാർ കൊടുക്കുമോ? അവിടേക്ക് ജലദൗർബല്യമില്ലാതെ വെള്ളം കൊടുക്കുന്നതിന് സർക്കാർ തീരുമാനമെടുക്കുമോ? അങ്ങനെ എത്തനോൾ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു കമ്പനിയെ ക്ഷണിച്ചു കൊണ്ടുവരുന്നതിന്റെ സാങ്കത്യം എന്നാന്നുകൂടി അങ്ങ് ഉത്തരം പറയണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശ്രീ കെ എൻ ഗോപിനാഥ്, മലബാർ ഡിസ്റ്റിലറി ഇങ്ങനെ ഒരു ബ്രൂവറി തുടങ്ങാൻ വേണ്ടിയുള്ള അനുവാദവുമായി, അല്ലെങ്കിൽ എത്തനോൾ ന്യൂട്രൽ ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അനുവാദം ഗവൺമെന്റ് അടുത്ത് ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചോദിച്ചിട്ട് അവർക്ക് മാത്രമായിട്ട് കൊടുക്കാതെ ഒയാസിസ് എന്ന് പറയുന്ന കമ്പനിയെ മാത്രം പ്രത്യേക താല്പര്യം എടുത്ത് കൊണ്ടുവന്നതാണോ എന്നുള്ളത് പ്രത്യേകം പരിശോധിക്കാം. എനിക്കറിയില്ല. വേണുവിന് അറിയാവുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കാം. നമ്മൾ സ്വകാര്യ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമല്ല, സ്വകാര്യ സ്ഥാപനങ്ങൾ പലതും കേരളത്തിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പൊതുമേഖലയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് CPM അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികളും ഗവൺമെന്റും നിലപാടെടുക്കുമ്പോൾ അതിനർത്ഥം കേരളത്തിലെ സ്വകാര്യ മേഖലാ വ്യവസായങ്ങളെല്ലാം അടച്ചുപൂട്ടണമെന്നല്ല. ഒന്നാണ് അത് കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, എൻ്റെ സുഹൃത്ത് ശ്രീ ബിജു സെബാസ്റ്റ്യൻ, അദ്ദേഹം ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇതിനകത്ത് ഇരിക്കുന്നു എന്ന് പ്രത്യേകം പറയുകയുണ്ടായി, കാത്തലിക് അസോസിയേഷനെ. വാസ്തവത്തിൽ മദ്യപാനികളായി ഒരു സമുദായത്തിൽപ്പെട്ടവരും വരാൻ പാടില്ല. ഒരുപക്ഷെ കേരളത്തിനകത്ത് ക്രൈസ്തവ കമ്മ്യൂണിറ്റി അങ്ങനെ കൂടുതൽ മദ്യം ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. കമ്പാരിറ്റീവ്ലി ഭൂരിപക്ഷം മതമായതുകൊണ്ട് ഹിന്ദു മതവിഭാഗക്കാരായിരിക്കും അത് ഉപയോഗിക്കുക. മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്തും അത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഇതിനകത്ത് കൊടുക്കണ്ട. ആര് മദ്യം ഉപയോഗിച്ചാലും ആ മദ്യവർജനം, മദ്യനിരോധനം കൊണ്ട് നടപ്പാക്കാൻ കഴിയണതല്ല. അതിനാവശ്യമായിട്ടുള്ള കൗൺസിലും കാത്തലിക് അസോസിയേഷനും സഭയും ഒക്കെ ചെയ്യുന്ന പോലെ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്ന, അതിനെ കേന്ദ്രീകരിക്കാൻ കഴിയുന്നവരുടെ എല്ലാം നിരന്തരമായിട്ടുള്ള അധ്വാനം കൊണ്ടാണ് അതിൽ നിന്നെല്ലാം നമുക്ക് ലഹരി മുക്തമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് മാറ്റാൻ കഴിയുക. പക്ഷേ കേരളത്തിനകത്ത് നമ്മൾ മദ്യം നിരോധിച്ചിട്ടില്ല, മദ്യം ഉപയോഗിക്കുന്നുണ്ട്. മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ ഇതിനെ ഒരു ഇൻഡസ്ട്രി ആയിട്ട് കണക്കാക്കുന്നുണ്ട്. കേരളത്തിൽ മദ്യവിൽപ്പന നന്നായി നടക്കുന്നുണ്ട്. ആ മദ്യവിൽപ്പന കഴിഞ്ഞ തവണത്തേക്കാളും ഈ പ്രാവശ്യം മദ്യം ക്രിസ്മസിനാണ് ഏറ്റവും കൂടുതൽ വിറ്റിട്ടുള്ളത്. അതിൻ്റെ കണക്കുകൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ വരുന്ന അത് ഒരിക്കലും കുറയുന്നില്ല. നേരത്തെ അപർണ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ പുറമേ നിന്ന് ഇറക്കുമതി ചെയ്യുന്നു. നമ്മൾ ഈ ENA എന്ന് പറയുന്ന ഈ എത്തനോൾ ന്യൂട്രൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് ഏതാണ്ട് 9.5 കോടിയോളം വരുന്നത് ലിറ്റർ കേരളത്തിനകത്ത് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതാണ്ട് അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ ഏതാണ്ട് 8.5 ലക്ഷം കോടിയോളം നമ്മൾ ഇവിടെ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഈ എത്തനോൾ എന്ന് പറയുന്നതിന്റെ ഉപയോഗം യഥാർത്ഥത്തിൽ മദ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമല്ല, അല്ലാതെ ഉപയോഗിക്കുന്നുണ്ട്. ശ്രീ ഗോപിനാഥ്, വ്യാവസായികപരമായിട്ടുള്ള ഒരു പോയിന്റ്, 26 വർഷമായിട്ട് സംസ്ഥാനത്ത് മദ്യനിർമ്മാണശാല ഇവിടെ തന്നെ അല്ല, ഞാൻ അപർണ ഇവിടെ തന്നെ ഒയാസിസ് ഫാക്ടറി പ്രവർത്തിച്ചു തുടങ്ങി. അവിടെ എത്തനോൾ ഉത്പാദിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് മദ്യം അല്ല, അത് മദ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമല്ല ഞാൻ പറയുന്നത്. ആ എത്തനോൾ കേരളത്തിനകത്ത് ഉപയോഗിക്കാൻ കഴിയുന്നത് ഇതൊരു സർക്കാരിന്റെ നയമാണോ, അതാണോ വ്യക്തമാക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് കത്തോലിക്ക കോൺഗ്രസ്. അതിൽ അല്ലെങ്കിൽ ഇതിലൂടെ എത്തുന്ന സന്ദേശം ഇതൊരു നയമാണ് എന്ന് തന്നെയാണ്. നയം പ്രഖ്യാപിക്കാതിരിക്കുക, ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുക, അത് എന്ത് ഇരട്ടത്താപ്പാണെന്നാണ് ചോദിക്കുന്നത്.
ഇല്ലല്ല, കേരളത്തിലെ മദ്യശാലകളെല്ലാം അടച്ചുപൂട്ടുമെന്ന് കേരള ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. കേരളത്തിലെ മദ്യനയം കേരള ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ മദ്യനയം പുതുതായി ഇപ്പോൾ പുനഃസംഘടിപ്പിക്കേണ്ട കാര്യമില്ല. അതിനകത്ത് മദ്യത്തിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം, മദ്യത്തിന്റെ പ്രായവ്യത്യാസം അനുസരിച്ച് ചെറുപ്പക്കാരിലേക്കൊക്കെ ഇപ്പോൾ സിഗരറ്റ് വലിയൊക്കെ മാറ്റിയിട്ട് മദ്യം ഉപയോഗിക്കുന്നതിന് കൂടി തുടങ്ങിയിട്ടുണ്ട്. വൈൻ ഷാപ്പുകളുടെ എണ്ണം കൂടുന്നുണ്ട്. അതെല്ലാം നിരുത്സാഹപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ക്യാമ്പയിനും കാര്യങ്ങളും നടത്തുന്നതല്ലാതെ മദ്യവർജനത്തിന്റെ ക്യാമ്പയിൻ കൊണ്ടുവരാതെ മദ്യം നിരോധിച്ചാൽ സ്വാഭാവികമായിട്ടും ശ്രീ കെ എൻ ഗോപിനാഥ്, അതാണ് ഒരു വശത്ത് ഒരു ക്യാമ്പയിൻ നടത്തുക, മറുവശത്ത് ഞങ്ങൾ ഇതാ മദ്യനിർമ്മാണശാല ഇത്രയും വർഷത്തിന് ശേഷം ആരംഭിക്കാൻ അനുമതി കൊടുക്കുക. ആ കോൺട്രാഡിക്ടറിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അത് വ്യക്തമാക്കാൻ സർക്കാരിന് ഇഷ്ടമല്ലാത്ത, പിടികൊടുക്കാൻ ഇഷ്ടമല്ലാത്ത ഒരു നയം ഒരു ആക്ഷനിലൂടെ വ്യക്തമാക്കുന്നു. അതാണ് വിഷയം. ഇല്ല, ഞാനൊരു കാര്യം പറയാം, സ്ട്രെയിറ്റ് ആയിട്ടൊരു കാര്യം പറയാം. നമുക്ക് മദ്യം അതുപോലെ തന്നെ ലോട്ടറി, ഈ രണ്ടും കേരളത്തിന്റെ തനത് വരുമാനത്തിൽപ്പെട്ടൊരു കാര്യമാണ്. GST വന്നപ്പോൾ പ്രത്യേകിച്ച് അതിന്റെ പ്രയോറിറ്റി കേരളത്തിനകത്ത് വർദ്ധിക്കുന്നുണ്ട്. അപ്പൊ കേരള ഗവൺമെന്റ് നാളെ UDF വന്നാലും BJP കേരളത്തിൽ ഭരിക്കാൻ അവസരം ഉണ്ടായാലും മദ്യം പാടെ ഉപേക്ഷിച്ച് മദ്യശാലകളിലും മദ്യഷാപ്പും ഉൽപാദനവും ഒക്കെ അവസാനിപ്പിച്ചു കളയുമെന്നുള്ളൊരു വ്യാമോഹമൊന്നും അവരും മുന്നോട്ട് വയ്ക്കില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. പക്ഷേ എന്നാൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുന്ന കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം നേരത്തെ ശ്രീ ബിജു സെബാസ്റ്റ്യൻ പറഞ്ഞ പോലെ അത് കേരളത്തിനകത്ത് ഒഴിവാക്കപ്പെടാൻ ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ഇതിനൊരു രാഷ്ട്രീയമായത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ഇൻഡസ്ട്രി വന്നു, 2000-ഓളം ആളുകൾക്ക് പരോക്ഷമായിട്ടോ 600-ഓളം പേർക്ക് നേരിട്ടോ ജോലി കിട്ടാൻ കഴിയുന്ന ഒരു സംവിധാനം, വ്യവസായങ്ങൾ വരുന്നു എന്നുള്ളത് കൊണ്ട് ആ വ്യവസായത്തെ നമ്മൾ തടയേണ്ട കാര്യമില്ല. അതല്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നയം. 10 രൂപ ഫ്രൈറ്റ് ഡ്യൂട്ടി കൊടുത്ത് ഇതേ എത്തനോൾ കേരളത്തിനകത്തേക്ക് കൊണ്ടുവന്ന് ഇവിടെ മദ്യം ഉണ്ടാക്കാൻ ഡിസ്റ്റിലറികൾ പ്രവർത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചാൽ ആ 10 രൂപയുടെ ഫ്രൈറ്റ് ഡ്യൂട്ടി എങ്കിൽ ആ ഫ്രൈറ്റ് ഡ്യൂട്ടി കേരളത്തിന് നഷ്ടമാകാതിരിക്കുകയും എത്തനോളിന്റെ ഉൽപാദനത്തിന്റെ ഭാഗമായി കേരളത്തിലെ പെട്രോളിയം കമ്പനികൾക്കടക്കം ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നതിന് പകരം കേരളത്തിന് തന്നെ അത് യൂട്ടിലൈസ് ചെയ്യാനും കഴിയും എന്നുള്ള അടിസ്ഥാനത്തിൽ ഒരു ഇൻഡസ്ട്രിയൽ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ സ്ഥാപനത്തെ നമ്മൾ കാണേണ്ടത്. അതിനെല്ലാ വിധത്തിലുള്ള ലൈസൻസും ഒക്കെ കിട്ടി ആ ഗവൺമെന്റ് മദ്യനയത്തിന്റെ എല്ലാ പാരാമീറ്ററും അംഗീകരിച്ചുകൊണ്ടല്ലാതെ കേരള ഗവൺമെന്റ് ഒരു തരത്തിലും അനുവാദം കൊടുക്കില്ല. പ്രാഥമികമായി അതെല്ലാം കിട്ടിയ ഒരു കമ്പനിയാണ്. ഈ കമ്പനിക്ക് മാത്രം എന്തുകൊണ്ട് കൊടുത്തു എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഒരു വലിയൊരു ആരോപണം നിൽക്കുന്നത് IT പാർക്കുകളിലെ പബ്ബുകൾക്ക് ലൈസൻസ് നൽകുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു റെഡ് കാർപ്പറ്റ് ഇടുകയാണ് എന്നുള്ളൊരു ആരോപണം. അതിലേക്ക് കാര്യങ്ങൾ എത്തില്ലേ? പബ്ബുകളിലൊക്കെ വലിയ ക്യാനുകളിൽ ബിയർ എത്തിക്കണം, ഇത് 2 ദിവസത്തെ കൂടുതൽ സൂക്ഷിക്കാനുള്ള പ്രാക്ടിക്കലി ഉള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ കണ്ട് സംസ്ഥാനത്തിനകത്ത് തന്നെ ഉൽപാദനം തുടങ്ങുക എന്നുള്ള ഒരു സ്റ്റാർട്ടിംഗ് ഒരു പരിപാടി, അതായത് വ്യാവസായികം എന്നുള്ളതിനപ്പുറത്തേക്ക് കുറച്ചുകൂടെ വ്യക്തമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുക, ആ ആരോപണമുണ്ട്. അത് നടക്കുമ്പോൾ ഇത് അതിന്റെ ഭാഗമായിട്ട് നടന്നതാണ്, ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഉത്തരമായിരിക്കുമോ പറയുക ഇടതുപക്ഷം? അല്ല, അപർണ വിദേശ രാജ്യങ്ങളെ പോലെ ഒരു പറുദീസയായി കേരളം മാറും എന്നുള്ള സ്വപ്നമൊന്നും നമ്മൾ കണ്ടിട്ട് കാര്യമില്ല. പക്ഷെ കേരളത്തിന്റെ പുതിയ തലമുറയ്ക്ക് വിദേശത്ത് പോയാൽ കിട്ടാവുന്ന പല കാര്യങ്ങളും കേരളത്തിൽ തന്നെ കിട്ടണം എന്നുള്ള പൊതു താല്പര്യങ്ങളൊക്കെ ഉണ്ടാവാം. അത് നിയന്ത്രണത്തിന് വിധേയമായി സാമൂഹ്യമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാകാത്ത വിധത്തിൽ കേരളത്തിന് ഉപയോഗപ്പെടുത്തുന്നതിന് എന്താ തെറ്റ്? ഓക്കെ, അതായത് ഈ പറഞ്ഞത് കണ്ണടച്ച് താങ്കൾ നിഷേധിക്കുന്നില്ല. നമ്മൾ പഴയ കാലഘട്ടത്തിൽ എന്നിട്ട് അല്ലാതെ ചെയ്യേണ്ടത്. ആ വാദം അംഗീകരിക്കാം. ശ്രീ സേനാപതി വേണു, IT പാർക്കുകൾ